قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നാം ദൈവത്തിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് തന്നെ അവന് വിധേയപ്പെട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെന്നും അവസാനം അവങ്കലേക്കാണ് നാം തിരിച്ച് പോകേണ്ടതെന്നുമുള്ള അറിവാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വിജ്ഞാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം ബാക്കി അയാളുടെ എല്ലാ വിജ്ഞാനവും വികസിക്കാനും വളരാനും. അതോടൊപ്പം അയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും രൂപപ്പെടേണ്ടതും പാകപ്പെടേണ്ടതും ഈ ഒരു അടിത്തറയിലായിരിക്കണം. അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് നമ്മളെന്നും അതുകൊണ്ട് തന്നെ അവന് വിധേയപ്പെട്ടാണ് ഈ ഭൂമിയിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ആരാധിക്കുകയല്ല, ആരാധനയടക്കം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് അവന് വിധേയപ്പെട്ടാണെന്നും അവസാനം അവങ്കലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടതെന്നുമുള്ള അറിവാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അയാളുടെ വിജ്ഞാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വേണം അയാളുടെ വിജ്ഞാനം വികസിക്കാനും അയാളുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടാനും. ഇത് ഇസ്ലാമിൻ്റെ ഒരു ബേസിക് കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ വിജ്ഞാനത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന, കർമ്മത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന ദൈവബോധ്യവും പരലോകബോധ്യവും അത് പാരമ്പര്യമായി പകർന്നു കിട്ടുന്ന ഒന്നല്ല എന്നും അതുപോലെ തന്നെ അന്ധമായി വിശ്വസിക്കേണ്ട ഒന്നല്ല എന്നും അതിനപ്പുറം യുക്തിചിന്തയിലൂടെ, അന്വേഷണത്തിലൂടെ, പഠനത്തിലൂടെ, ആലോചനയിലൂടെ, നിരീക്ഷണത്തിലൂടെ ബോധപൂർവം ആർജിച്ചെടുക്കേണ്ട ഒന്നാണെന്നും നമ്മൾ വളരെ കൃത്യമായി 1, 2, 3 ഖുതുബകളിലായിട്ട് തുടർച്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളും അങ്ങനെ പറയുന്നത്, അല്ല നമ്മുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയല്ല. അതാണ് വിശുദ്ധ ഖുർആൻ അന്ധമായി വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല. പഠിച്ചും അന്വേഷിച്ചും ചിന്തിച്ചും യുക്തിബോധത്തോടെയും ഈ പറഞ്ഞ അടിത്തറകളിൽ വിശ്വസിക്കാനാണ് അള്ളാഹുവും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് പരലോകത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പരലോകത്തിൽ വിശ്വസിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ പരലോകത്തെ നിഷേധിക്കുന്നവരോട് അള്ളാഹു എപ്പോഴും സമീപിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആന്റെ ഒരു സമീപന രീതി എന്ന് പറയുന്നത്,
ഏതെങ്കിലും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് 13-ാം അധ്യായം സൂറത്തുർ റഅദ്. അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മ ഇസ്തവാ അലൽ അർശി വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മാ യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാതി ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ. ഇവിടെ വലിയ ഒരു പ്രാപഞ്ചിക പ്രതിഭാസത്തെ ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത്. എന്താണത്? അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. അള്ളാഹു അവൻ ആരാണ്? ആകാശത്തെ, വാനലോകത്തെ കാണുന്ന തൂണുകളൊന്നുമില്ലാതെ തന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്നവരാണ് അള്ളാഹു. സുമ്മസ്തവ അലൽ അർശ്, തുടർന്ന് അവൻ അവൻ്റെ അധികാരപീഠത്തിൽ ഉപവിഷ്ടനായി. വസഖറ അശ്-ശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ലി അജലിൻ മുസമ്മാ. ശംസും കമറും, സൂര്യനും ചന്ദ്രനും, അതിനെ മനുഷ്യർക്ക് വിധേയമാക്കി കൊടുത്തു. അവർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അതിനെ നാം സൃഷ്ടിച്ചു, സംവിധാനിച്ചു. കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ, അള്ളാഹു നിശ്ചയിച്ച ഒരവധി വരേക്കും അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാത്ത്, കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ അവനാണ്. യുഫസ്സിലുൽ ആയാത്ത്, ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ. എന്തിനാണ് അത് അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഇതിൽ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നത്. പ്രാപഞ്ചിക പ്രതിഭാസം പല ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായം സൂറത്തുൽ വാഖിഅ 47 മുതൽ 57 വരെയുള്ള വാചകങ്ങൾ പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും ഈ കാര്യം പറയുന്നുണ്ട്. വകാനൂ യഖൂലൂന ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ ഇന്നാ ലമബ്ഊസൂൻ ആബാഉനൽ അവ്വലൂൻ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ അഫറൈതും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നമ്മളൊക്കെ പഠിക്കേണ്ട ഭാഗങ്ങളാണിത്. സൂറത്തുൽ വാഖിഅ 56-ാം അധ്യായം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് പറയുന്നത്? വകാനു യഖൂലൂന, അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ പറയുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു, ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇലാമൻ അഇന്നാ ലമബ്ഊസൂൻ. എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? മരിച്ചു മണ്ണിടിഞ്ഞു പോയ എല്ലിൻ നുരുമ്പിൻ്റെ കഷ്ണങ്ങൾ മണ്ണായി പോയി കുറെ നുരുമ്പിക്കിടക്കുന്നു, അങ്ങനെയുള്ള അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നോ? ഇനി എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? അതും മുൻഗാമികളൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നോ? അപ്പൊ നബിയോട് അല്ലാഹു പറയാണ്, കുൽ, പറഞ്ഞേക്ക് നബിയെ, കുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, അതെ, എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ആദ്യം വന്ന മനുഷ്യൻ മുതൽ അവസാനം വന്ന മനുഷ്യൻ വരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞോളൂ നബി അവരോട്. എന്ന് മാത്രമല്ല, താങ്കൾ പറയണം, ലമജ്മൂഊന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, ആ ദിവസമുണ്ടല്ലോ അത് ഓൾറെഡി ക്ലിപ്തപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ്. അങ്ങനെ സംശയിച്ചു നിൽക്കേണ്ട ഒരു കാര്യമല്ല. ആ ഡേറ്റ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. എന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം വിശുദ്ധ ഖുർആൻ മനുഷ്യരെ വലതുപക്ഷക്കാരെന്നും ഇടതുപക്ഷക്കാരെന്നും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. സൂറത്തുൽ വാഖിഅയിൽ അതിൽ ഇടതുപക്ഷക്കാരാണ് ഇത് പറയുന്നത്. വലതുപക്ഷക്കാർ സ്വർഗാവകാശികളാണ്. ആ ഇടതുപക്ഷക്കാർ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ, എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? നുരുമ്പിപ്പോയ എല്ലിൻ കഷ്ണങ്ങളെ ഇനി രണ്ടാമത് പുനരുജ്ജീവിപ്പിച്ച് പരലോകത്ത് കൊണ്ടുവന്ന് ചെയ്ത പ്രവർത്തനങ്ങളെയൊക്കെ ചോദിക്കുന്നാണോ ഈ പറയുന്നത്? അപ്പൊ അല്ലാഹു പറയാണ്, യാതൊരു സംശയമില്ല, അങ്ങോട്ട് പറഞ്ഞേക്ക് നബിയെ, അതെ, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് അല്ലാഹു ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു ചോദിക്കുകയാണ്,
നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ, നാമല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്, എന്നിട്ട് എന്തേ ഞാൻ പറയുന്നതിനെ നിങ്ങൾ എന്തേ സത്യപ്പെടുത്താത്തത് എന്ന് അല്ലാഹു ചോദിച്ചതിന് ശേഷം 2-3 കാര്യങ്ങൾ അല്ലാഹ് അവരുടെ മുൻപിൽ ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം അഫറൈതും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ദ്രാവകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാനാണോ അതോ സൃഷ്ടിച്ചത്, അതോ നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചത്? അഫറൈതും മാ തഹ്റുസൂൻ, നിങ്ങൾ വിതയ്ക്കുന്ന വിത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിനെ മുളപ്പിക്കുന്നത്, അതോ നാമാണോ അതിനെ മുളപ്പിക്കുന്നത്? അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ആകാശത്ത് നിന്ന് വീഴ്ത്തുന്നത് നാമാണോ അതോ നിങ്ങളാണോ? അഫറൈതുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചത്, അതോ നാമാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായി ഈ കാര്യങ്ങൾ സൂറത്തുൽ വാഖിയയിൽ ചോദിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് അഫറൈതും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെക്കുറിച്ച്, നിങ്ങൾ ശ്രവിക്കുന്ന ആ ദ്രാവകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നാമാണോ അത് സൃഷ്ടിച്ചത് അതോ നിങ്ങളാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് 1400-ലേറെ കൊല്ലങ്ങൾക്ക് മുൻപ് അന്നത്തെ അറേബ്യൻ സമൂഹത്തിന്റെ മുൻപിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചോദിക്കുന്നത്. ആ സമൂഹത്തിന്റെ പ്രത്യേകത എംബ്രിയോളജിയോ സ്പെമാറ്റോളജിയോ ഒന്നും വികസിക്കാത്ത, ഭ്രൂണശാസ്ത്രമോ ബീജത്തെക്കുറിച്ചുള്ള പഠനങ്ങളോ ഒന്നും ശൈശവ ദശയിൽ പോലും വരാത്ത ഒരു ഘട്ടത്തിലാണ് പരലോകത്തിന്റെ അസ്തിത്വം ഉറപ്പിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നേരെ തൊടുത്തുവിടുന്ന ചോദ്യം, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെക്കുറിച്ച്, നിങ്ങൾ ശ്രവിക്കുന്ന ആ ദ്രാവകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർക്ക് മനസ്സിലാകുന്നത് എന്താണ്? നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു സെമിനൽ ഫ്ലൂയിഡ്, ശുക്ലം എന്ന് പറയുന്ന ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള, ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാകുന്നത് എന്നവർക്കറിയാം. അവിടുത്തെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത്തരമൊരു ദ്രാവകത്തിൽ ഒരു മനുഷ്യൻ ഒളിച്ചിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനകത്ത് അത്ഭുതം അതാണ്. കാരണം ആ ദ്രാവകത്തിനകത്ത് മനുഷ്യൻ ഒളിച്ചിരിക്കുന്നു, അതിനകത്താണ് മനുഷ്യൻ ഉണ്ടാകുന്നത്, അതിനകത്താണ് അല്ലാഹു നിന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന ഒരു പറച്ചിലാണ് ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അത്ഭുതം കൂറാനുള്ള ഒരു വക എന്ന് പറയുന്നു. അതിനപ്പുറം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെർമാറ്റോളജിയോ എംബ്രിയോളജിയോ ഒന്നും വികസിച്ചിട്ടില്ല ആ കാലത്ത്. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന 2026 എന്ന് പറയുന്നത് എംബ്രിയോളജിയും സ്പെർമാറ്റോളജിയും ഒക്കെ, അഥവാ ഭ്രൂണശാസ്ത്രവും അതുപോലെ തന്നെ ബീജത്തെക്കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡിയൊക്കെ അതിൻ്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് ബീജത്തിലൂടെ കാണാൻ സാധിക്കും. അത്ര കണ്ട് അത്ഭുതകരമായ വിവരങ്ങൾ ഇന്ന് ബീജത്തെക്കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്നതിനു കൂടിയുള്ള തെളിവാണ്. കാരണം പരലോകം എന്ന് പറയുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച്, ഒരു ഹിമാലയൻ കാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾ ശ്രവിക്കുന്ന ആ ദ്രാവകത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനാണോ അത് സൃഷ്ടിച്ചതോ നിങ്ങളാണോ സൃഷ്ടിച്ചത്? ഒന്ന് ആലോചിക്കണം നമ്മൾ. അങ്ങനെയൊന്നും ഒരു സ്വയം താല്പര്യപ്രകാരം ഒരു ഗ്രന്ഥം രചിച്ച് അവതരിപ്പിക്കാൻ വരുന്ന ഒരാളൊന്നും ചോദിക്കുന്ന ചോദ്യമല്ലാതെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാൾ അങ്ങനെയൊക്കെ ചോദിക്കുമോ? നമ്മൾ നോർമലി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയും വലിയ എടുത്താൽ പൊങ്ങാത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ഒരു മറുപടിയാണോ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത ആ വശത്തേക്ക് ഒരു സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കടന്നു വന്ന ഒരാളുടെ മനസ്സിലേക്ക് അതൊക്കെ ഒരു വിഷയമായി വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ബീജം, അണ്ഡം, ഇതൊക്കെ വല്ല വിഷയമായിട്ട് വരുമോ? അയാളെ സംബന്ധിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾ സംസാരിക്കുക. ഇതിനു മുമ്പും ഇത് സംബന്ധമായി നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് അത്ഭുതകരമാണ് ആ ചോദ്യം എന്ന് നമുക്ക് ഇന്ന് തോന്നും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനു മാത്രം പഠനങ്ങൾ, അത്ഭുതകരമായ പഠനങ്ങൾ, വിവരങ്ങൾ സ്പേമുമായി ബന്ധപ്പെട്ട്, ബീജവുമായി ബന്ധപ്പെട്ട് ഇന്ന് ശാസ്ത്രലോകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും പഠിക്കാൻ തയ്യാറായാൽ നമുക്ക് അള്ളാഹുവിനെ ആ ബീജത്തിൽ കാണാൻ സാധിക്കും. അത്രമാത്രം അത്ഭുതകരമാണ് മനുഷ്യ ബീജം എന്ന് പറയുന്നത്.
ഒരു ഖുതുബയിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 35-40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഖുതുബയിലൊന്നും ഇത് അവതരിപ്പിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര പ്രായോഗികമായ കാര്യങ്ങളല്ല. വളരെ അത്ഭുതകരമായ, രസകരമായ, കൗതുകകരമായ ഒരുപാട് കാര്യങ്ങൾ ബീജവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഒരു വിഷയവും ആകാത്ത വിഷയങ്ങളാണത്. പക്ഷെ അള്ളാഹ് അത് വിഷയമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മിമ്പറിൽ വിഷയമാക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളിൽ ഇത് പഠിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, ചിന്താശേഷിയുള്ള ആളുകൾ, ഇതിനകത്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് അതിനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഗൂഗിളുണ്ട്, യൂട്യൂബുണ്ട്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹു എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഹിമാലയൻ ക്വസ്റ്റ്യന് മുമ്പിൽ ഇങ്ങനൊരു കാര്യം തൊടുത്തുവിടാൻ എന്താണ് കാരണം, അതിനു മാത്രം എന്ത് അത്ഭുതമാണ് ഇതിനകത്തുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും സാധിക്കും. ബീജത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ ബീജത്തെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. നമ്മുടെ മുൻപിൽ നമ്മൾ കാണുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള, ഒരു ചെറിയ മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകം, അതിനാണ് സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ മലയാളത്തിൽ ശുക്ലം എന്നൊക്കെ പറയും. അതല്ല ബീജം, അതല്ല ബീജം. അതിനകത്താണ് ബീജമുള്ളത്. അതിനകത്താണ് ബീജമുള്ളത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് ഓടിക്കളിക്കുന്നുണ്ട്. അങ്ങനെ ചലിക്കുന്ന ഒരു വസ്തു, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചലിക്കുന്ന ഒരു വസ്തു അതിനകത്തുണ്ട്. അതാണ് ബീജം എന്ന് പറയുന്നത്. ആ ബീജം കിടക്കുന്നത് ആ ഫ്ലൂയിഡിലാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ ആ ഫ്ലൂയിഡേ ഉള്ളൂ. അഥവാ വഴുവഴുപ്പുള്ള സോപ്പ് വാട്ടർ, സാന്ദ്രത കൂടിയ സോപ്പ് വാട്ടറെ പോലെ ഉള്ള ഒരു ദ്രാവകമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതല്ല ബീജം. ബീജം എന്ന് പറയുന്ന അതിനകത്താണ്. അതിനകത്ത് എപ്പോഴും ജീവനോടുകൂടി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവുണ്ട്, ഒരു ജീവിയുണ്ട് അതിനകത്ത്. ആ ജീവിയുടെ പേരാണ് ബീജം അഥവാ സ്പേം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു പ്രാവശ്യം സ്രവിക്കുന്ന സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ആ ദ്രാവകം എന്ന് പറയുന്നത് 1.5 മില്ലി മുതൽ 5 മില്ലി വരെയാണ്. 5 ml, 1.5 ml മുതൽ 5 ml വരെയാണ്. ഈ 1.5 ml-നും 5 ml-നും ഇടയിലുള്ള ആ ദ്രാവകത്തിനകത്ത് എത്ര ബീജങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 1-2 ബീജങ്ങളൊന്നുമല്ല. 4 കോടി ബീജങ്ങൾ മുതൽ 30 കോടി ബീജങ്ങൾ വരെ ആ 5 ml-ഓളം വരുന്ന 3 ml ആയിട്ടുള്ള 4 ml ആയിട്ടുള്ള ആ ദ്രാവകത്തിനകത്തുണ്ട്. 30 കോടി ബീജങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ, 30 കോടി മനുഷ്യരാണത്. 30 കോടി മനുഷ്യരാണ് അതിനകത്തുള്ളത്. പക്ഷെ ഒറ്റ പ്രത്യേകതയുള്ളൂ, അതിനകത്ത് ഒരു ബീജം മാത്രമേ സ്ത്രീ ശരീരത്തിലെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് കടന്നു വരുന്ന, മാസത്തിലൊരിക്കൽ കടന്നു വരുന്ന അണ്ടവുമായി ചേരുകയുള്ളൂ, അണ്ടത്തിനകത്തേക്ക് തുളച്ചു കയറുകയുള്ളൂ എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബീജങ്ങളെല്ലാം അവരുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ടും ഫലോപ്പിയൻ നാളിയിൽ വെച്ചിട്ടും നശിച്ചു പോകും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, 30 കോടി മനുഷ്യരെ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ബീജം ഒരു പ്രാവശ്യം പുരുഷൻ സ്രവിക്കുന്നുണ്ട്. അപ്പൊ ആ പുരുഷന്റെ ജീവിതത്തിൽ അവൻ എത്ര കോടി മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ബീജമായിരിക്കും സ്രവിച്ചുണ്ടാകുക. ഇനി ബീജത്തിന്റെ കോലം, അതും നമ്മൾ അറിയണം. ബീജത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ 30 കോടി ഒരു പ്രാവശ്യം സ്രവിക്കുന്നുണ്ട്, രണ്ടാമത്തെ പ്രാവശ്യം 60 കോടിയാവും. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ കോടിക്കണക്കിന് മനുഷ്യനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ബീജം സ്രവിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും നമ്മൾ ഇതൊക്കെ പുറത്തോട്ട് വിട്ടിട്ടും നമ്മൾ ഇന്നുവരെ ബീജം എന്ന് പറയുന്ന ആ ജീവിയെ കണ്ടിട്ടില്ല, നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. നമുക്കതിനെക്കുറിച്ച് അറിയാനും പാടില്ല. ഇനി അതൊക്കെ എടുത്തു നോക്കുന്ന ആളുകൾക്ക് അറിയാമെങ്കിൽ മാത്രമാണുള്ളത്. എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ 5 ml ഫ്ലൂയിഡിൽ ഉണ്ട് എന്ന് പറയുന്ന 30 കോടി ബീജത്തിൽ ഒരു ബീജത്തിന്റെ രൂപം എന്ന് പറയുന്നത് ഇതാണ്. ഇതെങ്ങനെ ഇരിക്കും ബീജം? ഇതാണ് ബീജം എന്ന് പറയുന്നത്. ഇത് ഈ നീളമൊന്നും ഉണ്ടാവില്ല, ഇത് ഈ രൂപത്തിലാണ് ഇതുള്ളത് എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം. ഇന്നിപ്പോൾ ഇത് കാണാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും സെർച്ച് ചെയ്താൽ നമുക്ക് കാണും. നമ്മൾ ആ ഫ്ലൂയിഡിൽ ബീജം കിടക്കുന്നത് ഈ കോലത്തിലാണ്. അഥവാ ഇതാണ് ഈ 35 കോടി ഉണ്ടാകും എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ഇത്രയും ബീജങ്ങൾ അതിനകത്തുണ്ട്. ഇതിൻ്റെ രൂപം നമുക്കറിയാം. നമ്മളൊക്കെ സാധാരണ നാട്ടിലൊക്കെ പറയാറുള്ള ഈ തവളയുടെ കുഞ്ഞിൻ്റെ രൂപത്തിലാണ് ബീജമുള്ളത്. നമുക്ക് കണ്ടാൽ അറിയാം തവളയുടെ കുഞ്ഞിൻ്റെ രൂപം. തവളയുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞിനല്ല,
തവളയാണെന്ന്, ഇത് തവളയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്നത് വാൽമാക്രി എന്നാണ്. വാൽമാക്രി എന്നാണ് അതിനെ പറയുന്നത്. വാൽമാക്രിയുടെ രൂപത്തിലാണ് ബീജമുള്ളത്. ഇതുപോലെ തന്നെയാണ് ബീജമുള്ളത്. അഥവാ ഒരു തലയുണ്ടാകും, പിന്നെ ഒരു ഉടലുണ്ടാകും, പിന്നെ ഒരു വാലുണ്ടാകും. ഇത്രയും കൂടിയതാണ് ഒരു മനുഷ്യ ബീജം എന്ന് പറയും. നമ്മളൊക്കെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബീജത്തിൻ്റെ ഒരു കോലമാണിത്. ഒരു തലയുണ്ടാകും, ഒരു ഉടലുണ്ടാകും, പിന്നെ ഒരു വാലുണ്ടാകും. ഇതിൽ ഈ തല മാത്രമാണ് അണ്ഡത്തിലേക്ക് കയറുക. ഈ തല മാത്രമാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനത്തിൽ പങ്കാളിയാവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബീജം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇത്രയൊന്നുമില്ല എന്ന് എത്രത്തോളം ഉണ്ടെന്ന് കൂടി നമ്മൾ അറിയണമല്ലോ. നമ്മൾ ഈ പറയാൻ പോകുന്ന ഇതിൻ്റെ അത്ഭുതം എന്താണ്, അല്ല ഇത് പറയാൻ കാരണം 100,000 കാര്യം വേറെ ഉണ്ടായിട്ട് അല്ല ഇതുമേൽ തൂങ്ങിയത് എന്തുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അതായത് ഈ ബീജത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ 5 ml അല്ലെങ്കിൽ 3 ml അല്ലെങ്കിൽ 4 ml ആ ദ്രാവകത്തിനകത്ത് 30 കോടിയാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ 30 കോടിയിൽ ഒരെണ്ണത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഈ കാണുന്ന വലിപ്പമല്ല. അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. 1 മീറ്റർ എന്ന് പറയും ഇത്ര നീളമാണ്, നമുക്കെല്ലാവർക്കും അറിയാം 1 മീറ്റർ. ഈ 1 മീറ്ററിനെ 100 ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഈ 1 സെൻറ്റിമീറ്ററിനെ വീണ്ടും 10 ഭാഗിച്ചാൽ ആ 10-ലൊരു ഭാഗത്തെയാണ് നമ്മൾ മില്ലിമീറ്റർ എന്ന് പറയുന്നത്. സ്കൂളിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് അത് പഠിച്ചിട്ടുണ്ടാകും. ഈ മില്ലിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന ബോൾ പെന്നിൽ ഒരു കുത്തിടുകയും അതിനോട് ചേർത്ത് തന്നെ മറ്റൊരു കുത്തിടുകയും ചെയ്താൽ അത്രയും അകലമാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുത്തിട്ട് നോക്കാവുന്നതാണ്. അത്രയും മാത്രമാണ് 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. ഈ 1 മില്ലിമീറ്ററിനെ വീണ്ടും 1000 ഡിവൈഡ് ചെയ്താൽ ആ ഡിവൈഡ് ചെയ്തതിൻ്റെ 60 ഭാഗം ചേർത്ത് വച്ചാൽ എത്ര വലിപ്പം ഉണ്ടാകുമോ അത്രയും വലിപ്പമാണ് ഈ ബീജത്തിനുള്ളത്. ഈ ബീജത്തിൻ്റെ തലയും ഉടലും വാലും എല്ലാം കൂടി ചേർന്നാൽ അത്രയും വലിപ്പം മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. ഇതിനകത്ത് ഈ തലഭാഗം മാത്രമാണ് ഈ ബീജസങ്കലനത്തിൽ പങ്കാളിയാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഉടലും വാലും കൂടി അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ ഉള്ള തലഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന 1 മില്ലിമീറ്ററിനെ 1000 ഡിവൈഡ് ചെയ്താൽ ഭാഗിച്ചാൽ അതിൽ വെറും 5 ഭാഗത്തിൻ്റെ വലിപ്പം മാത്രമാണ് ഈ തല എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അതിൻ്റെ വലിപ്പം. അതുകൊണ്ടാണ് നമുക്ക് അത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഇത്രയും എണ്ണം അതിനകത്ത് കിടന്നിട്ട് അതെന്തെങ്കിലും ചലിക്കുന്നതായിട്ട് ഇന്ന് വരെ നമുക്ക് നോക്കിയിട്ടുണ്ടോ? അത് കിടന്നിടത്ത് കിടക്കുമെന്നല്ലാതെ എന്തെങ്കിലും അതിനകത്തൊരു ചലിക്കുന്ന വസ്തു ഉള്ളതായിട്ട് ഇന്ന് വരെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. മൈക്രോസ്കോപ്പൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അതിന് ആക്സസ് ഉള്ള ആളുകൾ വേണമെങ്കിൽ അതൊക്കെ വെച്ച് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ നമുക്ക് യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ എടുത്ത് നമ്മളൊന്ന് കാണണം. കാരണം വിശ്വാസികളായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ ആവശ്യമാണ്. നമുക്ക് പടച്ചവനെ കുറിച്ച് ഓർക്കാനും പരലോകത്തെക്കുറിച്ച് ഓർക്കാനും ഒക്കെ. ഇത് പരലോകം സ്ഥാപിക്കാനാണല്ലോ ഇത് പറയുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. ഇനി ആ തലഭാഗം എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, ആ ഭാഗം അതാണ് ഒരു കോശമാണത്. ഒരു കോശമാണത്. ഈ തലയും ഉടലും വാലും കൂടിയാണ് ഗർഭപാത്രത്തിലൂടെ ഫലോപ്പിയൻ ട്യൂബിലൂടെ ഇങ്ങനെ തത്തി കടന്നു എന്ന് സ്ത്രീയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട അണ്ഡത്തിലേക്ക് തുളച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ പല്ലി വാലുപേക്ഷിക്കുന്നത് പോലെ അതിൻ്റെ ഉടലും വാലും അത് ഉപേക്ഷിക്കും. ആ സ്ത്രീ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ഡത്തിൻ്റെ ന്യൂക്ലിയസിലേക്ക് കഴുത്തും ഉടലും വാലും പ്രവേശിക്കില്ല. ഈ തല മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. ഈ തലയാണ് ഒരു കോശം എന്ന് പറയുന്നത്. ഈ കോശത്തിലാണ്, അതിനകത്താണ്, എത്ര വലിപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്താണ് പുരുഷനുമായി ബന്ധപ്പെട്ട എല്ലാ അതിൽ നിന്ന് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ആ പുരുഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഉള്ളത് ആ ചെറിയ ഭാഗത്താണ്. ഇനി മറ്റൊരു കാര്യത്തിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇതൊരു കോശാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീടുണ്ടാക്കിയിട്ടുള്ളത് ഇഷ്ടിക കൊണ്ടാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു 10,000 ഇഷ്ടിക കൊണ്ടാണ് ഒരു വീടുണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ കോശമാകുന്ന ഇഷ്ടിക കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് കോശം എന്ന് പറയുന്ന അത്ഭുതകരമായ ഫാക്ടറികൾ ഒന്നിനു പിറകെ ഒന്നായി വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരം സൃഷ്ടിച്ചിട്ടുള്ളത്. എത്ര കോശമാകുന്ന ഇഷ്ടികയാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് അറിയാമോ? 30 ട്രില്യൺ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. 1 ട്രില്യൺ എന്ന് പറയുന്നത് 1 ലക്ഷം കോടി കോശങ്ങളാണ്. അപ്പം 30 ട്രില്യൺ എന്ന് പറയുന്നത് 30 ലക്ഷം കോടി കോശങ്ങളാണ്. 30 ലക്ഷം കോടി ഇഷ്ടിക കൊണ്ടാണ്
നമ്മൾ കോശമാകുന്ന ഇഷ്ടിക കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. ആ ഒരു കോശത്തിൽ ഉള്ളത് എന്തെന്നറിയാമോ? ആ ഒരു കോശത്തിലുള്ളത് നമ്മുടെ ശരീരത്തിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അതിനകത്തുള്ളത്. ഓരോ കോശത്തിലുള്ളതും 30 ലക്ഷം കോടി കോശത്തിലുമുള്ളതും നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. നമ്മുടെ കണ്ണിന്റെ വിവരം, കാതിന്റെ വിവരം, ചെവിയുടെ വിവരം, കാലിന്റെ വിവരം, ലിവറിന്റെ വിവരം, തലച്ചോറിന്റെ വിവരം, ഹാർട്ടിന്റെ വിവരം, കിഡ്നിയുടെ വിവരം, ഈ വിവരങ്ങളാണ് അതിനകത്തുള്ളത്. ഏതിനകത്തുള്ളത്? ഓരോ കോശത്തിലുമുള്ളത്. ഓരോ കോശത്തിലുമുള്ളത് നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഓരോ കോശത്തിലും അല്ലാഹു ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചേർത്ത് വച്ചിട്ടുണ്ട്. അത് 46 ക്രോമസോമുകളിലാണ് അത് ചേർത്ത് വച്ചിട്ടുള്ളത്. അതിനകത്താണ് അല്ലാഹു ഇത് എഴുതി വച്ചിട്ടുള്ളത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ വിവരങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഈ 46 ക്രോമസോമുകൾ. സ്കൂളിലൊക്കെ പഠിച്ചവർക്ക് അതറിയാം. അതിന്റെ മലയാളം ഒന്ന് പറഞ്ഞ് സങ്കീർണമാകുന്നതുകൊണ്ട് അത് വിശദീകരിക്കാൻ ഈ സന്ദർഭവും സാഹചര്യവും ഫിറ്റല്ല. അത് മനസ്സിലാക്കുക. നമ്മൾ ക്രോമസോമിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ കോശത്തിലുമുള്ളത് 46 ക്രോമസോമുകളാണ്. അതേസമയം നമ്മുടെ ബീജത്തിലുള്ളത് 23 ആണ്. എന്തുകൊണ്ടാണ് അത് 23 ആയത്? ബാക്കി 23 സ്ത്രീയുടെ അണ്ടത്തിലാണുള്ളത്. 46 ആയാലേ ഒരു മനുഷ്യൻ ജനിക്കുള്ളൂ. 46 ക്രോമസോമുകൾ ഉണ്ടായാൽ മാത്രമേ ഒരു മനുഷ്യൻ ജനിക്കുള്ളൂ. അതിൽ 23 നമ്മുടെ ശരീരത്തിലുള്ളത്, ബാക്കി 23 സ്ത്രീ ശരീരത്തിലുമാണ് ഉള്ളത്. നമ്മുടെ 23 പോയിട്ടാണ് സ്ത്രീ ശരീരത്തിലെ അണ്ടത്തിലേക്ക് തുളച്ചു കയറുന്നത്. അതിന്റെ ന്യൂക്ലിയസിലേക്ക് തുളച്ച് കയറി കഴിഞ്ഞാൽ അതിനുള്ള വലിപ്പം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മില്ലിമീറ്ററിനെ 2 കുത്താണ് 1 മില്ലിമീറ്റർ നമ്മൾ മനസ്സിലാക്കണം. വെറും 2 കുത്ത്, ആ 2 കുത്താണ് 1 മില്ലിമീറ്റർ. അതിനെ 1000 ആക്കി ഡിവൈഡ് ചെയ്താൽ അതിൽ 6 ഭാഗത്തിന്റെ മാത്രം വലിപ്പമാണ് അതിന്റെ ന്യൂക്ലിയസിനുള്ളത്. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഒരു ബിന്ദു എന്ന് നമുക്കതിനെ പറയാൻ പറ്റുമോ? ഒരു ബിന്ദു എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഒരു ബിന്ദു എന്ന് പറയാണ്. ആ ഒരു ബിന്ദുവിലാണ് അതിൽ നിന്ന് ജനിക്കാൻ പോകുന്ന പുരുഷന്റെ മുഴുവൻ വിവരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര മഹോന്നതനാണ് അവൻ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. നമ്മളത് പഠിച്ചാൽ, നമ്മളത് മനസ്സിലാക്കിയാൽ, നമ്മളത് പഠിക്കുന്ന ബുക്കിന്റെ മുൻപിൽ നമ്മൾ സുജൂദ് ചെയ്തു പോകും. അത്രമാത്രം അത്ഭുതമാണ്. ഒരു ബിന്ദു എന്ന് പോലും പറയാൻ പറ്റാത്ത ആ ഒരു അത്രയും സൂക്ഷ്മമായ ഒരു ബിന്ദുവിലാണ്, ഒരു മൈക്രോസ്കോപ്പിക് ബിന്ദുവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിനകത്ത് അപ്പോൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു കോശത്തിന്റെ ഈ ബിന്ദുവിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കോശം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ച് 2 4 4 8 8 16 16 32 32 64 64 128 അങ്ങനെ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ അളവിൽ, ജോമെട്രിക്കൽ സീക്വൻസിലാണ് ഇത് പെരുകുന്നത്. ഈ പെരുകുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതേ കോശത്തിന്റെ അതേ ചിത്രം തന്നെയായിരിക്കും അടുത്തത്. അതിന്റെ ഒറിജിനൽ പകർപ്പായിരിക്കും ശരിപ്പകർപ്പായിരിക്കും മറ്റേതും. അങ്ങനെ ഇത് അടക്കി വെച്ച് ഈ വികസനം മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ 9 മാസം കൊണ്ട് നടക്കുന്നുള്ളൂ. ഈ കോശത്തിന്റെ പെരുകൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ഉമ്മയോ വാപ്പയോ ഒന്നും അതിനകത്തേക്ക് ഒന്നും കൊടുത്തു വിടുന്നില്ല. ഒരു കാര്യവും അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. ഈ കോശത്തിന്റെ വളർച്ച ഇരട്ടിക്കൽ 2 4 8 16 32 എന്നുള്ള നിലക്ക് ഇരട്ടിച്ചാണ് ഞാൻ ഈ പറയുന്നത് പോലെ 30 ട്രില്യൺ കോശങ്ങളുള്ള ഒരു മനുഷ്യനായി മാറുന്നത്. അത് ഇങ്ങനെ ഇരട്ടിച്ച് വരുമ്പോൾ കൈ വരുന്നിടത്ത് കൈ നീളും, മൂക്ക് വരുമ്പോൾ മൂക്ക് നീളും, തല വരുമ്പോൾ തലയായി മാറും, കാല് വരുമ്പോൾ കാലായി മാറും, അകത്ത് ലിവറായി മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിങ്ങനെ ഇരട്ടിച്ച് വരുമ്പോൾ, കൈ വരുന്നിടത്ത് വരുമ്പോൾ അതാണ് അവിടെ ആക്ടിവേറ്റ് ആവുക. പക്ഷെ അപ്പോഴും ആ കോശത്തിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് അവിടെ ആക്ടിവേറ്റ് ആവില്ല. അതേസമയം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ മൂക്കായിരിക്കും, ആ ഭാഗമായിരിക്കും, ആ രേഖയിലെ ആ ഭാഗമായിരിക്കും വലുതാവുക. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൈലന്റ് ആയിരിക്കും. അതിൻ്റെ ഒരു വലിയ അത്ഭുതം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ശരീരത്തിൽ നിന്ന് എവിടെ നിന്ന് നിങ്ങളൊരു കോശം എടുത്താലും എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ആ കോശത്തിലുണ്ട് എന്നുള്ളത് അത്രക്കും അത്ഭുതകരമായ ഒരു ഫാക്ടറിയാണ് കോശം എന്ന് പറയുന്നത്.
അത്രയും സങ്കീർണമായ ആ കോശം പോലുള്ള ഫാക്ടറി കൊണ്ടാണ് നമ്മുടെ ശരീരം 30 ട്രില്യൺ ഫാക്ടറി കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. 206 അസ്ഥികളിലാണ് ഞാൻ നിൽക്കുന്നത്. 600ഓളം വരുന്ന മസിലുകളുണ്ട് അതിന് ചുറ്റിപ്പൊതിഞ്ഞ്. ഇതിന്റെ മുഴുവൻ വിവരങ്ങളും ആ ബിന്ദുവിൽ അള്ളാഹു ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത്. ഇത് ഖുർആൻ പറയുന്നതല്ല, ഇത് ആധുനിക ശാസ്ത്രം പറയുന്നതാണ്, സ്പെമാറ്റോളജി പറയുന്നതാണ്, എംബ്രിയോളജി പറയുന്നതാണ്, ഭ്രൂണശാസ്ത്രം പറയുന്നതാണ്, ബീജശാസ്ത്രം പറയുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ അകത്തുള്ള 7 മീറ്ററോളം നീളം വരുന്ന ചെറുകുടൽ, 1.5 മീറ്ററോളം നീളം വരുന്ന വൻകുടൽ, അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആ ബിന്ദുവിൽ അപ്പോഴുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, എൻ്റെ ശരീരത്തിലെ 8-1 രക്തവും തങ്ങി നിൽക്കുന്ന എൻ്റെ ലിവർ, എൻ്റെ ശരീരത്തിൽ 500ഓളം വരുന്ന സുപ്രധാനമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ലിവർ, 30,000 കോടി ഹെപ്പാറ്റോ സെല്ലുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ലിവർ, 1.25 കിലോഗ്രാം തൂക്കമുള്ള ആ ലിവറിനെ കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും ആ ഒരു ബിന്ദുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ല, നമ്മളൊന്ന് ആലോചിക്കണം. ലൈറ്റ് അബ്സോർബുകളായിട്ടുള്ള, അതായത് ഈ വെളിച്ചത്തെ സ്വീകരിക്കുന്ന സ്വീകരണികളായിട്ടുള്ള ലൈറ്റ് അബ്സോർബേഴ്സ് ആയിട്ടുള്ള 23 ദശലക്ഷം റോഡ് സെല്ലുകളും 7 ദശലക്ഷം വരുന്ന കോൺസെല്ലുകളും 20 ലക്ഷം ഓപ്റ്റിക് നെർവുകളും അടങ്ങുന്ന 6 മസിലുകൾക്കകത്ത് 2.5 സെന്റിമീറ്റർ വ്യാസത്തിൽ നിലകൊള്ളുന്ന ഡിസൈനിങ്ങിന്റെ മാസ്റ്റർ പീസായ ഈ 2 കണ്ണിനെ കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും ആ ഒരു ബിന്ദുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ തന്നെ ഓൾറെഡി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ ശരീരത്തിലുള്ള, നിങ്ങളുടെ ശരീരത്തിലുള്ള 5 ലിറ്റർ രക്തത്തെ 20 ലക്ഷം വരുന്ന നെഫ്രോൺ അരിപ്പകളിലൂടെ 360 പ്രാവശ്യം കടത്തിവിട്ടുകൊണ്ട് 24 മണിക്കൂറും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന 140 ഗ്രാം വരുന്ന 2 കിഡ്നി, അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം എത്രമാത്രം അത്ഭുതകരമാണ് എന്ന്. ബീജാണ്ഡ സംയോജനത്തിന്റെ 22-ാം ദിവസം മുതൽ സ്പന്ദിക്കാൻ തുടങ്ങുകയും മിനിറ്റിൽ 70-നും 80-നും ഇടയിൽ മരിക്കുവോളം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന 4 അറകളുള്ള അതീവ സുരക്ഷിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒപ്പിച്ചു വച്ചിട്ടുള്ള ആ ഹൃദയത്തെക്കുറിച്ചുള്ള 250 ഗ്രാമിനും 350 ഗ്രാമിനും ഇടയിൽ തൂക്കമുള്ള ആ ഹൃദയത്തെക്കുറിച്ചുള്ള മുഴുവൻ വിശദാംശങ്ങളും അപ്പോൾ ആ ബിന്ദുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെയും തീരുന്നില്ല. നമ്മുടെ ബ്രെയിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? 8600 കോടി ന്യൂറോണുകളാണ് എൻ്റെ ബ്രെയിനിലുള്ളത്. ഈ 8600 കോടി ന്യൂറോണുകളും ആയിരക്കണക്കിന് ന്യൂറോണുകളായിട്ട് സിനാപ്റ്റിക് മെംബ്രെയിൻ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ന്യൂറോണുകൾ ഈ കൈവിരൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പോലെയാണ് ന്യൂറോൺ ഇരിക്കുന്നത് തലച്ചോറിലെ. ഈ ന്യൂറോണുകളുടെ ഓരോ പോയിന്റും ആയിരക്കണക്കിന് ന്യൂറോണുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ഷൻ, അതാണ് അത്ഭുതം, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. 8600 കോടി ന്യൂറോണുകൾ ഉണ്ട് എന്നുള്ളതല്ല, ആ 8600 കോടി ന്യൂറോണുകളും ആയിരക്കണക്കിന് ന്യൂറോണുകളുമായിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയുന്ന അതീവ സൂക്ഷ്മമായി എത്ര കണക്ഷൻ ഉണ്ടെന്നറിയാമോ? 100 ട്രില്യൺ മുതൽ 500 ട്രില്യൺ വരെയുണ്ട്. 1 ട്രില്യൺ എന്ന് പറയുന്നത് 1 ലക്ഷം കോടിയാണ്. 500 ലക്ഷം കോടി കണക്ഷൻസ് എൻ്റെ തലച്ചോറിലുണ്ട്. അതിൽ വരുന്ന ഇലക്ട്രിക്കൽ സ്പന്ദനങ്ങളാണ് എനിക്ക് വികാരങ്ങൾ ഉണ്ടാക്കുന്നത്, വിചാരങ്ങൾ ഉണ്ടാക്കുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കണമെന്ന് എന്നെ വിചാരിപ്പിക്കുന്നത്, നോക്കണമെന്ന് എന്നെ വിചാരിപ്പിക്കുന്നത്, ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എല്ലാം ഈ സിനാപ്റ്റിക് മെംബ്രെയിൻ തമ്മിലുള്ള കണക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസസിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചുള്ള സകലമാന വിവരങ്ങളും ആ തുടക്കത്തിലുള്ള ബിന്ദുവിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ബിന്ദുവിന്റെ വികസനം മാത്രമേ നടക്കുന്നുള്ളൂ. അള്ളാഹു പറഞ്ഞത് എത്ര കറക്റ്റാണ്. അഫ്റൈതും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ഞാനാണോ അത് സൃഷ്ടിച്ചത്, അതോ നിങ്ങളാണോ? അത് സൃഷ്ടിച്ച എന്നോടാണോ നിങ്ങൾ ചോദിക്കുന്നത് ഇനി നിങ്ങളെ പുനഃസൃഷ്ടിക്കാൻ പറ്റുമോ എന്ന്? ഒറിജിനൽ എടുത്ത് എന്നോടാണോ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇത് തന്നെയാണ് അല്ലാഹു സൂറത്ത് യാസീനൊക്കെ എത്ര നാൾ നമ്മൾ ഓതിയതാ, ഇപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടിരിക്കല്ലേ. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാഹു ഹസീമുൻ മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ അല്ലാഹു വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീമുൻ അല്ലദീ ജഅല ലക്കും മിന ശജരിൽ അഖ്ദരി നാറൻ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ.
അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ യഖ്ലുഖ മിത്ലഹും ബലാഹു വൽ ഖല്ലാഖുൽ അലീം ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയഖൂല ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. യാസീനിന്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അവലം റൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. നാം അവനെ ഒരു ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന വിവരം അവൻ അറിയുന്നില്ലേ? അവൻ കാണുന്നില്ലേ ഞാൻ അവനെ ഒരു ബീജത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നത്? ഇത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ബീജത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത് എന്ന് അവൻ കാണുന്നില്ലേ? എന്നിട്ട് അവൻ നമ്മളോട് അനാവശ്യമായിട്ട് തർക്കിക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, ഇതിനെ എങ്ങനെയാണ് ഈ പുനഃസൃഷ്ടിക്കുക എന്ന്. അതിന് അല്ലാഹ് പറയുന്ന മറുപടിയാണ്, ആദ്യം എങ്ങനെയാണോ സൃഷ്ടിച്ചത് അവന് ഇത് പുനഃസൃഷ്ടിക്കാൻ സാധിക്കും. ഈ സൃഷ്ടിപ്പിന്റെ എല്ലാ വിവരങ്ങളും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹ് പറയുന്നു, അവലം റൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അല്ലാഹു ആകാശഭൂമികളിലേക്ക് പോവുകയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് ഞാൻ. അങ്ങനെ സൃഷ്ടിപ്പിന്റെ എല്ലാ വിവരങ്ങളും എനിക്കറിയാം. എന്നോടാണ് ചോദിക്കുന്നത് ഇത് പിന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാസീൻ അവസാനിപ്പിക്കുന്നത്, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവന്റെ കാര്യം എന്താണെന്നറിയാമോ? അവന്റെ കഴിവെന്താണെന്നറിയാമോ? അവൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ കുൻ ഫയകൂൻ, അതിനോട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അല്ലാഹ് സൂറത്ത് യാസീൻ അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടെന്നറിയാമോ? നിങ്ങൾ തിരിച്ച് അല്ലാഹുവിലേക്കാണ് പോകേണ്ടത്. പക്ഷേ യാസീൻ ഓതുമ്പോൾ ഇതൊന്നും നമുക്ക് ഓർമ്മ വരാറില്ല. അത്രക്കും അത്ഭുതമാണ് ബീജം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം 11 വ്യവസ്ഥകൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് സ്കെലിറ്റൻ വ്യവസ്ഥ. സ്കെലിറ്റൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എല്ലുകൾ മാത്രമുള്ള വ്യവസ്ഥ. 11 വ്യവസ്ഥകൾ ചേരുമ്പോഴാണ് നമ്മുടെ ശരീരം പൂർണ്ണമാവുക. ഒന്ന് സ്കെലിറ്റൻ വ്യവസ്ഥ, 2 മസ്കുലർ വ്യവസ്ഥ അഥവാ മസിലുകൾ, മൂന്നാമത്തേത് നെർവസ് സിസ്റ്റം അഥവാ നമ്മുടെ നാഡി ഞരമ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം, മറ്റൊന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിനകത്ത് വസ്തുക്കൾ ദഹിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾ, പിന്നൊന്ന് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് ശ്വാസം എടുക്കുന്നതൊരു വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റം. കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രക്തം നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്നത് ഒരു വ്യവസ്ഥയാണ്. ഒരുപാട് സംഗതികൾ ചേരുമ്പോഴാണ് ഒരു വ്യവസ്ഥ ഉണ്ടാവുക. സങ്കീർണമായ ഒരുപാട് വ്യവസ്ഥകൾ ചേരുമ്പോഴാണ്. എൻഡോക്രൈൻ വ്യവസ്ഥ, തൈറോയിഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലുള്ള തൈറോയിഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് എല്ലാം ഒരു വ്യവസ്ഥയാണ്. ഇതൊക്കെ വളരെ വളരെ മനോഹരമായി ഒന്നിച്ചു പ്രവർത്തിച്ചാലാണ് നമുക്ക് മനുഷ്യനാണെന്ന് പറഞ്ഞ് ഇവിടെ മുന്നോട്ട് നടക്കാൻ പറ്റുള്ളൂ. ആ വ്യവസ്ഥ. പിന്നെ അതുപോലെ തന്നെ യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയും അതുപോലെ തന്നെ യൂറിൻ ബ്ലാഡറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥയാണ് ഈ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ബീജവും അതും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലിംഗം, അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നമ്മുടെ ഉൽപ്പാദന വ്യവസ്ഥ. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റൊരു വ്യവസ്ഥയാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും, നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ, ഇമ്മ്യൂൺ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥ. ഈ വ്യവസ്ഥകളെ എല്ലാം പൊതിഞ്ഞ് 20 സ്ക്വയർ ഫീറ്റ് തൊലി ചർമ്മ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ 11 വ്യവസ്ഥകളും കൂടി ചേരുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനാവുക. ഈ 11 വ്യവസ്ഥകളുടെയും മുഴുവൻ വിശദാംശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബിന്ദുവിൽ രേഖപ്പെടുത്തി വച്ചതിന് ശേഷമാണ് പുരുഷ ബീജമായി സ്ത്രീ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. അവിടെ ചെന്നതിൻ്റെ ബാക്കി കൂടി ചേർന്നാണ് ഒരു പൂർണ്ണ മനുഷ്യനാവുക. ഇത്രമാത്രം അത്ഭുതമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. പഠിക്കാൻ പറ്റുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ എൻ്റെ മുൻപിലുണ്ട്. അവരെ പോലെയുള്ള ആളുകൾ അത് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമുക്ക് അള്ളാഹുവിനെ കാണണോ, നമ്മുടെ കണ്ണുകൊണ്ട് കാണണോ, നിങ്ങൾ ബീജത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് വിവരങ്ങൾ, രസകരമായ, അത്ഭുതകരമായ, കൗതുകകരമായ വിവരങ്ങൾ ഈ ബീജവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പരിണാമശാസ്ത്രത്തിന് ഈ ബീജത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കേണ്ടി വരും. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരും. റാൻഡം സെലക്ഷനിലൂടെ യാദൃച്ഛികമായിട്ട് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത് എന്ന് പറഞ്ഞാൽ ബീജത്തിൻ്റെ കാര്യത്തിൽ അതിന് വിശദീകരണം നൽകാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ബീജവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ സൗകര്യം പോലെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചതമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.